വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ സർക്കാർ പ്രക്രിയകളിലൊന്നാണ് സെൻസസ് അഥവാ നമ്മുടെ കാനേഷുമാരി. നമ്മൾ വീണ്ടും ഈ ഒരു സെൻസസ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. 2021 നടക്കേണ്ടിയിരുന്ന, എന്നാൽ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ മുടങ്ങിപ്പോയ ആ വലിയ ഉദ്യമം 2026 നമ്മൾ പുനരാരംഭിക്കുകയാണ്. എന്താണ് ഈ സെൻസസ്? ഇത് എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാണ് ഇത്തവണത്തെ കണക്കെടുപ്പ് ചരിത്രപരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണെന്ന് പറയുന്നത്? പിന്നെ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തുന്ന ഉദ്യോഗസ്ഥരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം? ഡിജിറ്റൽ സെൻസസ് വരുമ്പോൾ നിങ്ങൾ എന്തിനെയൊക്കെയാണ് ശ്രദ്ധ നൽകേണ്ടത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് രാജ്യം ചുവടുവെക്കുമ്പോൾ ഈ സെൻസസിന്റെ നാൾവഴികളും പ്രസക്തിയും എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്കിതിന്റെ ചരിത്ം നോക്കാം. 1871 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് പ്രക്രിയ ആരംഭിക്കുന്നത്. 1881 മുതൽ ഒരൊറ്റ മുടക്കം പോലും കൂടാതെ ഓരോ 10 വർഷത്തിൽ കൃത്യമായി നടന്നു പോന്ന ഒരു പ്രക്രിയയായിരുന്നു ഇത്. എന്നാൽ 2021 കണക്കെടുപ്പ് കോവിഡ് മഹാമാരി കാരണം തടസ്സപ്പെടുകയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ദശകത്തിൽ നടക്കേണ്ട ഒരു സെൻസസ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറയാണ് സെൻസസ്. റേഷൻ, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, ഗതാഗതം, പാർപ്പിടം തുടങ്ങി ഓരോ പൗരന്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 2026 നമ്മൾ ഇത് വീണ്ടും തുടങ്ങുമ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ ജനസംഖ്യയിൽ വന്ന മാറ്റങ്ങൾ, കുടിയേറ്റങ്ങൾ, സാമ്പത്തിക നിലവാരം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്തവണത്തെ സെൻസസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഡിജിറ്റൽ സ്വഭാവമാണെന്ന് പറയാം. പേപ്പർ ഫോമുകൾക്ക് പകരം സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഉപയോഗിച്ചാണ് ഇത്തവണ വിവരശേഖരണം. സർക്കാർ ഇതിനായി അത്യാധുനികമായ വെബ് പോർട്ടലുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും തയ്യാറാക്കിയിട്ടുമുണ്ട്. ഇവിടെ ഒരു പ്രധാന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സൗകര്യം. ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു റഫറൻസ് നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ആ നമ്പർ നൽകിയാൽ വിവരങ്ങൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ, അത് ഒരുപക്ഷെ അധ്യാപകരാവാം, മറ്റ് സർക്കാർ ജീവനക്കാരാവാം, ഇവർ നേരിട്ടായിരിക്കും വീട്ടിലെത്തുക. അവർക്ക് ഔദ്യോഗിക ID കാർഡുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ പരിശോധിക്കാൻ കേട്ടോ, അവരോട് ചോദിക്കുകയും ചെയ്യാം. എന്തായാലും നമുക്ക് പലർക്കുമുള്ള ആശങ്കകളും സുരക്ഷയും ഒക്കെ അതും ഒന്ന് പരിശോധിക്കാം. ഡിജിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ചില ആശങ്കകൾ നമ്മളിൽ ഉണ്ടാകാം, അല്ലെ? വിവരങ്ങൾ ചോരുമോ? വിവരങ്ങളുടെ സുരക്ഷ എന്താണ്? സൈബർ തട്ടിപ്പുകാർ ഇതിനെ ദുരുപയോഗം ചെയ്യുമോ? ഈ ആശങ്കകൾ വളരെ ന്യായമാണെന്ന് പറയാം. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, ശേഖരിക്കുന്ന വിവരങ്ങൾ സർക്കാരിന്റെ അതീവ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റ് ചെയ്ത രീതിയിലാണ് സൂക്ഷിക്കുന്നത്. ഇതിനായി ആഗോള തലത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മുടെ സർക്കാർ പാലിക്കുന്നുണ്ട് എന്നാണ്. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വാട്സപ്പിലോ മറ്റ് സോഷ്യൽ മീഡിയകളിലോ വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് സെൻസസ് വിവരങ്ങൾ ഒരിക്കലും നൽകരുത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് തന്നെ ഉപയോഗിക്കുക. സെൻസസിന്റെ പേരിൽ ആരെങ്കിലും ഫോണിൽ വിളിച്ച് OTP ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് നൽകരുത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് ആധുനിക ഉപകരണങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോഴാണ് സുരക്ഷ ഉറപ്പാവുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരോട് ഔദ്യോഗിക ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അത് നിങ്ങളുടെ അവകാശവുമാണ്. സെൻസസ് എന്നത് ഒരു സർക്കാർ രേഖപ്പെടുത്തൽ മാത്രമല്ല, അതൊരു പൗരന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. നമ്മൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ആവശ്യമായ ഫണ്ടുകൾ അനുവദിക്കപ്പെടുന്നത്. ഓരോ പുതിയ ആശുപത്രി വേണോ, സ്കൂൾ വേണോ, റോഡുകളുടെ നവീകരണം വേണോ,
എന്തൊക്കെയാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കണക്കുകൾ വെച്ചാണ്. ശ്രദ്ധിക്കുക. അതിനാൽ തെറ്റില്ലാത്ത വിവരങ്ങൾ നൽകി നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാകുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി സെൻസസ് പ്രക്രിയ സുതാര്യമാക്കാൻ സർക്കാർ നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് നമുക്ക് കൈകോർക്കാം. അടുത്ത മാസം മുതൽ ഈ പ്രവർത്തനങ്ങൾ സജീവമാവുകയാണ്. അതായത് ജൂലൈ മുതൽ. കൂടുതൽ കൃത്യമായ അപ്ഡേറ്റുകൾക്കായി സർക്കാർ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കാം, സുരക്ഷിതരായിരിക്കാം. അതിനാൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സ്വയം വിവരങ്ങൾ നൽകുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അത് തന്നെയാണ് ഉചിതവും. തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറക്കരുത്. മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കൂ. ഗുഡ് ബൈ.